മതവിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിന് മുൻകൂർ ജാമ്യമില്ല എന്നുള്ളതാണ്. ജോർജിന്റെ ജാമ്യാപേക്ഷ സിംഗിൾ ബെഞ്ച് കടുത്ത നിരീക്ഷണങ്ങളോടെയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. ജോർജിനെതിരെ പ്രഥമ ദൃഷ്ട്യാ മതവിദ്വേഷ പരാമർശ കുറ്റം നിലനിൽക്കുമെന്നും ജാമ്യം നൽകിയാൽ സമൂഹത്തിന് പോലും അത് തെറ്റായ സന്ദേശമാകുമെന്നും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചാനൽ ചർച്ചയ്ക്കിടെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയതിന് ഈരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് ബി.ജെ.പി. നേതാവായ പി.സി. ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ജാമ്യാപേക്ഷ തള്ളിയ കോടതി ജോർജിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തി. ജോർജിനെതിരെ പ്രഥമ ദൃഷ്ട്യാ മതവിദ്വേഷ പരാമർശ കുറ്റം നിലനിൽക്കുമെന്ന് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനാവില്ല. മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ കഴുകിക്കളയാനുമാവില്ലെന്നും കോടതി പറഞ്ഞു. അങ്ങനെയുള്ള മാപ്പപേക്ഷ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ്. 30 വർഷം MLA ആയിരുന്നയാളുടെ പരാമർശങ്ങൾ പൊതുസമൂഹം കാണുന്നുണ്ട്. പി.സി. ജോർജ് നിരന്തരം മതവിദ്വേഷ പ്രസംഗം നടത്തുന്നു. സമൂഹത്തിലെ റോൾ മോഡലുകളാണ് രാഷ്ട്രീയ നേതാക്കൾ. എന്നാൽ ഭരണഘടനാ ആശയമായ മതേതരത്വത്തെ ബാധിക്കുന്നതാണ് ജോർജിന്റെ പരാമർശം. ഇത്തരം പരാമർശങ്ങൾ മുളയിലേ നുള്ളണമെന്നും കോടതി നിരീക്ഷിച്ചു. കുറ്റക്കാർ പിഴയടച്ച് രക്ഷപ്പെടാൻ അവസരമൊരുക്കരുത്. ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യം നിയമ കമ്മീഷനും പാർലമെന്റും പരിശോധിക്കണമെന്നും കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.